നമസ്തേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പൂർണ്ണമായും പാരായണം ചെയ്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ കഥാഭാഗമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാന സ്കന്ധമാണ് ദശമസ്കന്ധം. ഈ ദശമസ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണാവതാരം. ആ ഭഗവാന്റെ ലീലകളാണ് ദശമസ്കന്ധത്തിൽ പറയുന്നത്. ആ ദശമസ്കന്ധം കഥാഭാഗം ഇന്ന് മുതൽ എല്ലാ വ്യാഴാഴ്ചയും. ഭഗവാന്റെ പൂർണ്ണാവതാരമാണ് ശ്രീകൃഷ്ണാവതാരം. ഭാഗവതം ദശമസ്കന്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങളാണ് വർണ്ണിക്കുന്നത്. സുരാസുര യുദ്ധത്തിൽ മൃതിയടഞ്ഞ അസുരന്മാരിൽ പലരും പിന്നീട് പൃഥ്വിയിൽ അധർമ്മികളും ദുഷ്ടന്മാരുമായ മനുഷ്യരെ ജനിച്ചു. പാരിലംഗം അധർമ്മമേറി ഭൂമി ദേവിക്ക് ദുഷ്ടന്മാരുടെ ഭാരം താങ്ങാനാവുന്നില്ല എന്ന സ്ഥിതി സംജാതമായി. ദുഃഖം സഹിയാതെ ദേവി ഒരു ഗോവിന്റെ രൂപത്തിൽ ബ്രഹ്മദേവനരികിലെത്തി തന്റെ സങ്കടം അറിയിച്ചു. ബ്രഹ്മദേവനും നാരദാദി ദേവകളും ദേവിയോടൊപ്പം അവിടെ നിന്നും പരമേശ്വരനെ അഭയം പ്രാപിച്ചു. അവരുടെ സങ്കടം ശ്രവിച്ച പാർവതി വല്ലഭൻ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഭഗവാൻ വിഷ്ണുവിനെ കാണാൻ പോകുന്നതാണ് ഉചിതമെന്ന് അരുളി ചെയ്തു. അങ്ങനെ ബ്രഹ്മ മഹേശ്വരന്മാരും സകല ദേവഗണങ്ങളും ഭൂമി ദേവിയോടൊത്ത് ഭഗവാൻ വിഷ്ണുവിന്റെ സൗധത്തിൽ എത്തിച്ചേർന്നു. അവർ ദേവിയുടെ ദുഃഖം ഭഗവാനെ അറിയിച്ചു. തന്റെ മുന്നിൽ നിൽക്കുന്ന ദേവഗണങ്ങളോടായി ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. പൃഥ്വിയുടെ ഭാരം തീർക്കുവാൻ ഉടൻ തന്നെ ഞാൻ ഭൂമിയിൽ അവതരിക്കുന്നുണ്ട്. മധുരയിലെ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി ഞാൻ പിറക്കും. യോഗമായ എന്നോടൊപ്പം അമ്പാടിയിൽ യശോദയുടെ പുത്രിയായി പിറക്കും. എൻ്റെ ജ്യേഷ്ഠനായി അനന്തനും എന്നോടൊപ്പം പൃഥ്വിയിലുണ്ടാകും. ദേവന്മാർ യാദവരായും ഗോപരായും ദേവനാരിമാർ ഗോപസ്ത്രീകളായും ഭൂമിയിൽ പിറക്കും. നിങ്ങൾ വിഷമിക്കാതെ മടങ്ങിക്കൊള്ളുക. എല്ലാം മംഗളമായി ഭവിക്കും. ഈ വിധം സകലരെയും സാന്ത്വനിപ്പിച്ച് സ്വസ്ഥാനങ്ങളിലേക്ക് മടക്കിയച്ച ശേഷം ഭഗവാൻ യോഗനിദ്രയിൽ മുഴുകി. ശൂരസേനന്റെ പുത്രനായിരുന്നു വസുദേവർ. കംസനാകട്ടെ ഉഗ്രസേനന്റെ പുത്രനും. ഉഗ്രസേനന്റെ ജ്യേഷ്ഠനായ ദേവകന്റെ പുത്രിയായിരുന്നു ദേവകി. ഉഗ്രസേനന്റെ ജ്യേഷ്ഠനായ ദേവകിയുടെ പുത്രിയായിരുന്നു ദേവകന്റെ പുത്രിയായിരുന്നു ദേവകി. അദ്ദേഹം തൻ്റെ പുത്രിയെ വസുദേവർക്ക് വിവാഹം ചെയ്തു നൽകി. കംസന്റെ സോദരിയായ ദേവകിയെ ഭർതൃഗൃഹത്തിലേക്ക് നയിക്കാൻ മുന്നിൽ കംസൻ ഉണ്ടായിരുന്നു. സോദരിയെ വളരെയേറെ സ്നേഹിച്ചിരുന്ന കംസൻ സന്തോഷവാനായി ആ ആഘോഷവേളയിൽ പങ്കുചേരവേ പെട്ടെന്ന് മാർഗമധ്യേ ഒരു അശരീരി മുഴങ്ങി. ദേവകിക്ക് ജനിക്കുന്ന എട്ടാമത്തെ പുത്രന്റെ കരങ്ങളാൽ കംസം വധിക്കപ്പെടുമെന്നായിരുന്നു ആ അശരീരി. അശരീരി കേട്ട് ഭയചകിതനായ കംസൻ തൻ്റെ സോദരിയെ വധിക്കുവാൻ തുനിഞ്ഞു. എന്നാൽ വസുദേവർ കംസനെ തടയുകയും നിരപരാധിയായ അവളെ വെറുതെ വിടണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. തങ്ങൾക്ക് പിറക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ആ ക്ഷണം തന്നെ കംസന് നൽകാമെന്ന് വസുദേവർ ഉറപ്പു നൽകി. ഇത് കേട്ട് കംസൻ ശാന്തനാകുകയും ദേവകിയെ വിട്ടയക്കുകയും ചെയ്തു. ദേവകി ആദ്യമായി ജന്മം നൽകിയ കുഞ്ഞിനെ വസുദേവർ കംസന് കാഴ്ചവെച്ചു. എന്നാൽ കംസൻ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചില്ല. ദേവകിയുടെ എട്ടാമത്തെ പുത്രനല്ലീ തന്നെ കൊല്ലുന്നത്, അതിനാൽ ഈ കുഞ്ഞിനെ വെറുതെ വിടാമെന്ന് കംസൻ ചിന്തിച്ചു. എന്നാൽ നാളുകൾ കഴിഞ്ഞ് മഹർഷി നാരദൻ കംസനരികിലെത്തി. ദേവകിയുടെ പ്രഥമ സന്താനത്തെ താൻ യാതൊന്നും ചെയ്തില്ലെന്ന കാര്യം കംസൻ നാരദനെ അറിയിച്ചു. ഇതറിഞ്ഞ നാരദൻ കംസനോട് പറഞ്ഞു, ഏ കംസ, പൂർവജന്മത്തിൽ നീ കാലനേമി എന്ന അസുരനായിരുന്നു. നിന്റെ ശത്രുക്കളായ ദേവന്മാരാണ് ഇന്ന് യാദവന്മാരായി പിറന്നിരിക്കുന്നത്. എന്തായാലും പൃഥ്വിയുടെ ഭാരം തീർക്കുവാനായി
ഭഗവാൻ വിഷ്ണു ഭൂമിയിൽ അവതാരമെടുക്കും. ആയതിനാൽ വേണ്ടത് യുക്തിപൂർവം ആലോചിച്ച് പ്രവർത്തിക്കുക. നാരദന്റെ വാക്കുകൾ കേട്ട കംസൻ വീണ്ടും ആശയക്കുഴപ്പത്തിലായി. അയാൾ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ദേവകിയെയും വസുദേവരെയും കാരാഗൃഹത്തിൽ അടയ്ക്കുകയും അവരുടെ കുഞ്ഞിനെ കൊല്ലുകയും ചെയ്തു. തുടർന്ന് ദേവകി ജന്മം നൽകിയ 5 ശിശുക്കളെയും കംസൻ നിലത്തടിച്ചു കൊന്നു. തുടർന്ന് ദേവകി ജന്മം നൽകിയ 5 ശിശുക്കളെയും കംസൻ നിലത്തടിച്ചു കൊന്നു. തികഞ്ഞ വിഷ്ണുഭക്തനായ സ്വന്തം പിതാവിനെയും ആ ദുഷ്ടൻ തുറങ്കിലടച്ചു. തൻ്റെ ആജ്ഞാനുവർത്തികളായ ദുഷ്ടരാക്ഷസന്മാരെ അയച്ച് അവൻ യാദവന്മാരെയും ഗോപന്മാരെയും പീഡിപ്പിക്കുവാൻ തുടങ്ങി. ദുരിതം സഹിക്കവയ്യാതെ പ്രജകളൊക്കെയും മറ്റ് രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചു. ദേവകി 7ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ ദുർവിധിയോർത്ത് ആ മാതാപിതാക്കൾ കണ്ണീർ പൊഴിച്ചു. ആ അവസരത്തിൽ ഭഗവാൻ വിഷ്ണു മായാദേവിയോട് പറഞ്ഞു, ദേവി, ധർമ്മ സംസ്ഥാപനത്തിനായി നാം ഏവരും മനുഷ്യരായി പിറക്കേണ്ടതുണ്ട്. അതിനാൽ ദേവകിയുടെ ഉദരത്തിലെ ശിശുവിനെ അവിടെ നിന്നും ആകർഷിച്ചെടുത്ത് വസുദേവന്റെ മറ്റൊരു പത്നിയായ രോഹിണിയുടെ ഗർഭത്തിൽ നിക്ഷേപിക്കുക. അനന്തന്റെ അവതാരമായ ആ കുഞ്ഞ് പിൽക്കാലത്ത് ബലഭദ്രൻ എന്ന പേരിൽ അറിയപ്പെടും. ദേവകിയുടെ 8ാമത്തെ പുത്രനായി ഞാൻ അവതരിക്കുമ്പോൾ നീ യശോദയുടെ പുത്രിയായി ജനിക്കണം. ഭഗവാന്റെ നിർദ്ദേശാനുസരണം മായ ഗർഭസ്ഥ ശിശുവിനെ ആവാഹിച്ച് രോഹിണിയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. രോഹിണിയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. ദേവകിയുടെ ഗർഭം അലസിപ്പോയെന്ന വാർത്ത അവിടെ മെങ്ങും പരന്നു. തുടർന്ന് ദേവകി 8ാമതും ഗർഭം ധരിച്ചു. വൈഷ്ണവംശത്തെ ഉദരത്തിൽ പേറിയ ദേവകി അതീവ തേജസ്വിനിയായി കാണപ്പെട്ടു. നമസ്തേ. ബാക്കി ഭാഗം തുടരും അടുത്ത വ്യാഴാഴ്ച. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആദ്യമായി കാണുന്നവർ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭഗവത്ഗീത എല്ലാ സാധാരണക്കാർക്കും എത്തുന്നതിന് വേണ്ടി ദിവസവും ഓരോ ശ്ലോകം അർത്ഥം വരികളും സഹിതം ചെയ്യുന്നു. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും കാലകാലേശ്വരനായ ലോകപിതാവായ മഹാദേവന്റെ അവതാര കഥകൾ വർണ്ണിക്കുന്ന ഹാലാസ്യ മഹാത്മ്യം എല്ലാ തിങ്കളാഴ്ചയും വരികൾ സഹിതം പാരായണം ചെയ്യുന്നു. അതുപോലെ ശ്രീമദ് ഭാഗവതം പൂർണ്ണമായും ഈ ചാനലിലുണ്ട്, വരികൾ ഉൾപ്പെടെ. ആ പൂർണ്ണമായതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ കഥാഭാഗം തുടങ്ങുന്നത്. ഇന്ന് മുതൽ എല്ലാ വ്യാഴാഴ്ചയും ശ്രീമദ് ഭാഗവതത്തിലെ ഭാഗവതം കഥകൾ കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ ഭരാതം വിഹിതമവിഹിതം വാ സർവമേധക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണാവതാരം കഥാഭാഗം തുടരും അടുത്ത വ്യാഴാഴ്ച. നമസ്തേ.